എല്ലാവരും പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളതാവാം, പക്ഷെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഞാനൊരു ന്യൂ വേർഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനായി ഞാൻ 400 ഗ്രാം പച്ചരി റോ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റൗ കത്തിച്ച് ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ഒന്ന് വറുക്കാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6-7 മിനിറ്റ് എടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല, പിന്നീട് കുറച്ച് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് അത് കരിയാതെ ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ എടുത്ത് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ അരി പൊരിയാക്കും പോലെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഈ കളറുമായി വരും. അപ്പോൾ വേണം നമ്മൾ ഇറക്കി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ, പൊടിക്കുന്ന ജാറിൽ ഇതൊന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പൗഡർ ആവാണ്ട, എന്നാൽ ഫൈൻ പൗഡർ ആവുകയും വേണം. കുറച്ച് തെരുതെരെ ഇരിക്കണം. അതിനിടയിൽ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് 6 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. 500 ml പാലാണ്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് തട്ടിക്കൊടുത്ത് പാല് മുഴുവൻ അബ്സോർവ് ചെയ്യുന്ന തരത്തിലൊന്ന് കുറുക്കി കട്ടിയാക്കി എടുക്കുക. അത് കട്ടിയായിക്കോളും, ഇതുപോലെ ആയിക്കോളും. അതിലേക്ക് 400 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് കട്ടിക്കാണ് ഉരുക്കി എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക. ജാഗരി പൗഡർ കയ്യിലുള്ളവർ അത് ഉപയോഗിച്ചാലും മതി. ശർക്കരയാകുമ്പോൾ അതിനകത്ത് അഴുക്കുണ്ടാവും. അപ്പോൾ അരിച്ച് പാനിയാക്കി അരിച്ച് ഒഴിക്കുന്നതാവും നല്ലത്. അതും ഒന്ന് ഇതുപോലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കിണ്ടി എടുക്കുക. ഇതേപോലെ ഇങ്ങനെ കിണ്ടി തിക്കാക്കി എടുക്കുക. തിക്കായി ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വീണ്ടും നന്നായി ഒന്നിളക്കുക. അതും ഒന്ന് തിക്കായി പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരും. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് ഒഴിക്കുമ്പോൾ നമ്മൾ ഹൽവ ഒക്കെ കിണ്ടിയെടുക്കുന്നത് പോലെ, ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് ഇങ്ങനെ ഇളക്കി മറിച്ചെടുത്ത് ഇടുക. ഇതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂസും പൊടിച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഒരു 4-5 ഏലക്കാപ്പൊടിയും കൂടെ പൊടിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് കിണ്ടി ഇതുപോലെ ആക്കി എടുക്കുക. ഇപ്പോൾ ഒരു തരി പോലും പാത്രത്തിലിട്ടാതെ വന്നിട്ടുണ്ട്. പാനിൻ്റെ മാത്രം ഗുണമല്ല, നമ്മുടെ പരുവത്തിൻ്റെ കൂടെ ഗുണമാണിത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു നെയ്യ് തടകിയ പാത്രത്തിനകത്തേക്ക് ഇതിനെ പകർന്നിടുക. അപ്പോൾ ഏത് പാത്രം ആയാലും മതി, ഇതുപോലുള്ള പാത്രം ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് നെയ്യോ എണ്ണയോ ഏതായാലും മതി തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. കുറച്ചധികം ഉണ്ട്, ഞാനെടുത്ത പാത്രത്തിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഏത് പാത്രവും നമുക്ക് ഉപയോഗിക്കാം. ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് പാത്രം ഒഴിച്ചാൽ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ബാക്കി ഞാനൊരു നല്ല ക്വാളിറ്റിയുള്ള ഹീറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഞാൻ 2 പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തണുത്ത് വെച്ചിട്ട് ഇത് നമുക്കിനി കേക്ക് മാതിരി കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 4 സൈഡും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കമിഴ്ത്തി നമുക്കിതെടുക്കാവുന്നതാണ്. എന്നിട്ടിത് കേക്ക് കട്ട് ചെയ്തതുപോലെ കഷ്ണങ്ങളാക്കി പീസാക്കി എടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു രൂപത്തിൽ അരിയുണ്ടയായിട്ട് കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്.
ഞാനതിൽ ശകലം മാറ്റം വരുത്തിയിട്ടാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ റൈസ് ബർഫി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അരി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. അതുപോലെ കുറച്ച് ശർക്കരയും ഇച്ചിരി നെയ്യും ഉണ്ടെങ്കിൽ, ഒരു ശകലം പാലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് വൈകിട്ട് സ്നാക്സായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമുള്ളൊരു പലഹാരമാണ്. പിന്നെ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ്. ഒരാഴ്ചയിൽ കൂടുതലെങ്കിലും ഇരിക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നതാണ്.